ഗോതമ്പട. അപ്പോൾ ഇവിടെ ഒരാൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് വന്നിട്ട് വിശന്ന് എണീറ്റ് വന്നു. എടോ എന്താണ് ഉണക്കാട ഉണ്ടാക്കണം, എന്താണ് ശർക്കര തേങ്ങയും വെച്ചിട്ട് ഗോതമ്പിന്റെ അട. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരയും ഗോതമ്പും വെച്ച് ഒരു തട്ടിക്കൂട്ട് അട അങ്ങോട്ട് ഉണ്ടാക്കാം. ശർക്കരയും തേങ്ങയും കൂടി വെച്ച ഗോതമ്പിന്റെ അട. പിന്നെ ഞാൻ എന്നെ മാങ്ങയും തേങ്ങയും വെച്ചാണ് അട ഉണ്ടാക്കാൻ പറഞ്ഞേ. അറക്കും അതുപോലത്തെ സാധനം. യെസ്, ഞാനിവിടെ അറക്കും. ഇവിടെ ചായ ഒക്കെ ഉണ്ടാക്കി. ചായ ഇപ്പൊ കുടിച്ച് പകുതി ആയപ്പോഴാണ് അട ഉണ്ടാക്കണത്. അപ്പൊ ഈ അട ഉണ്ടാക്കണതിന്റെ എന്താ വെച്ചേ, അട ഉണ്ടാക്കണത് എങ്ങനെയാന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. ഇതിനകത്ത് ഗോതമ്പൊടിയിൽ ഉപ്പിടുക, കുഴയ്ക്കുക, ചെറു ചൂടുള്ള വെള്ളം, കൈ ഇങ്ങനെ മുക്കാൻ പാകത്തിന് ചെറു ചൂടൻ വെള്ളം ഒഴിക്കുക, ഉപ്പിട്ടായിരുന്നു ഞാൻ, അതാ കാണിക്കാൻ പറ്റാഞ്ഞേ. നല്ലപോലെ കുഴച്ചെടുക്കുക. നമ്മളെ റേഷൻ കടയിലെ ഗോതമ്പൊടിയാണേ, കേരള സർക്കാരിന്റെ ഗോതമ്പൊടി. വല്യമ്മ കൊടുക്കുന്നതില്ല, വല്യമ്മയുടെ റേഷൻ കാർഡിലുള്ളൂ, നമുക്ക് തരൂല. ഞങ്ങള് വലിയ കാശുകാരായോണ്ട്, ഞങ്ങള് ഗവൺമെന്റ് ജോലിക്കാർക്കും ആയോണ്ട് നമുക്ക് തരൂല. ഞങ്ങക്ക് വിളയിലാണ് ഞങ്ങള്. അതെ, വെള്ളക്കാടുകാരാണ് ഞങ്ങള്. കറുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെള്ളക്കാടുകാരാണ്. കുഴക്കുക. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ നനയ്ക്കാറുള്ളൂ. ഉമ്മ അങ്ങ് തള്ളി അങ്ങ് അടിക്കുക. ചകയേന്ന് കുഴക്കുക. വേഗം വേഗം ചെയ്യുക. പിടിന്ന് ചെയ്യുക. എന്താ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ നല്ലതാ. ഞാനിവിടെ ചൂടാക്കി വെച്ച വെള്ളം തിരികിട്ട് വെള്ളം വേണം, ശകലം കൂടി. എന്താ പണ്ടൊക്കെ 4 മണിക്ക് ചായക്കടിയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അല്ലാണ്ട് നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ചില്ലി ഫ്രൈ അങ്ങനെയൊന്നും അല്ല. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് പണ്ടുള്ളവർ കഴിച്ചുകൊണ്ടിരുന്നത്. ആഞ്ഞിൽ ചക്കയുടെ കുരു, ചക്കക്കുരു വറുത്തത് ഒക്കെയാണ് തിന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള ആൾക്കാർ 5 സ്റ്റാർ ഫുഡ് പോലെ 4 മണിക്ക് എന്ത് ചെയ്യേ. പണ്ടത്തെ 4 മണി ഇപ്പോഴത്തെ 4 മണി ഒരു പോലെയല്ലേ? പണ്ടൊക്കെ 4 മണി കസേര ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ 4 മണിക്ക് പിള്ളേര് വരുമ്പോഴേ ബേക്കറി കയറി അതും ഇതും തിന്നിട്ടാ വന്നത്. കാശ് ഇഷ്ടം പോലെ ഉണ്ട്. പണ്ടത്തെ പിള്ളേർക്ക് കാശൊന്നും കൊടുക്കൂല, അപ്പനും അമ്മയൊന്നും. ഇപ്പോഴത്തെ പിള്ളേർക്ക് കാശുണ്ടെങ്കിലേ സ്കൂളിൽ പോകുള്ളൂ, പോക്കറ്റ് മണി ഉണ്ടെങ്കിലേ സ്കൂളിൽ പോകുള്ളൂ. എന്നിട്ട് എൻ്റെ അപ്പനും അമ്മയൊന്നും അറിയണം കൂടിയില്ല. ബേക്കറിയിൽ നിന്ന് തീറ്റയും കഴിഞ്ഞ് വായും പൊടിയും തട്ടിക്കൊണ്ടാണ് വീട്ടിട്ട് വന്നത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, ശരി. ഓക്കെ മാഡം, അംഗീകരിച്ചിരിക്കുന്നു. വേഗം ഉണ്ടാക്ക്. അതെ, സ്വന്തമായിട്ട് വച്ചിട്ട് സ്വന്തമായിട്ട് ചായ നല്ലതാന്ന് പറയും. ശരിയെന്നാ ഞാനിത് ഉണ്ടാക്കട്ടെ. തേങ്ങ ചേരണ്ടടാ, നീ പോ. തേങ്ങ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. കൊത്ത് കഷ്ണങ്ങളൊക്കെ മാറ്റാം നമുക്ക്. ഈ ശർക്കരേനെ ഇങ്ങനെ ഇടിച്ച് പൊട്ടിക്കാം. കണ്ട പൊട്ടി. ഞങ്ങളൊക്കെ അത് വെച്ച് തലക്കടിക്കാറുള്ളൂ. നിങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പോഴത്തെ തലമുറയല്ലേ, ഇങ്ങനെ ഇടുക. ഇതിനകത്ത് ജീരകം, ഏലക്കായൊക്കെ ഇടാം, തോന്നൂല. വേണമെങ്കിൽ പട്ടയം കരയാകുമ്പോ ഇട്ട് കൊടുക്കാം. പട്ടയം കരയാകുമ്പോ ഇട്ടിട്ട് പിന്നെ അല്ല, പിന്നെ ബാക്കി പൊടിയാത്തതൊക്കെ കൈ വെച്ച് പൊടിക്കുക. പിന്നെ അറിഞ്ഞോണ്ടല്ലേ പിടിച്ച കൈ വെച്ച് പൊടിക്കാൻ ശർക്കര കല്ലു പോലെ ഇരിക്കുന്ന സാധനം. പൊടിയൂല, തിന്നിട്ട് ചവച്ചരച്ച് തിന്നാ പോരെ. പൊടിഞ്ഞു പോകും. ജീരകം, ഏലക്ക തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്, ജീരകം. പിന്നെ ഇത് നമുക്ക് ഇതിൽ തന്നെ വെച്ച് ഇത് ഇങ്ങനെ ഇടിച്ചു കൊടുക്കുക. അഴയൊക്കെ പോവും, അതൊന്നും കുഴപ്പമില്ല. ഞാൻ അവനോട് പറഞ്ഞ ഇടികല്ലിൽ വെച്ച് ഇടിക്കുകയാണ്, അപ്പം സമ്മതിച്ചില്ല. അതിനെല്ലാം ധൃതി കൂടുതലാണ്. മൊബൈൽ നോക്കാൻ വേണ്ടിയാ, ധൃതിയാ. മണമൊക്കെ ഉണ്ടല്ലേ, നല്ല മണം. മന്തി ജീരകവും ഇതും കൂടി പൊടിച്ച ഏലക്കായും കൂടി പൊടിച്ചപ്പോഴേ നല്ല മണം. ശർക്കരയും തേങ്ങയും ഏലക്കയും ജീരകവും കൂടി നമുക്ക് സെറ്റാക്കിയിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇഡ്ഡലി ചെമ്പ് വെച്ചു കൊടുക്കാം. അപ്പൊ അത് ഇവിടെ പരത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ ശർക്കരയും തേങ്ങയും വെച്ചു കൊടുക്കുക. അടുക്ക് വെച്ചാൽ എന്നാ അപ്പം? അടുക്ക് വെച്ചാൽ പോലീസ് പിടിക്കും. എന്ത് പറഞ്ഞാലും അതെ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. ഇല എടുക്കുക, പൊട്ടിയതാണെങ്കിൽ കളയുക.
ഇല ഒരാളെ പറഞ്ഞു വിട്ടതാ ഇല എടുക്കാൻ, കൊള്ളൂലാത്ത ഇലയും കൊണ്ട് വന്നതാ. കാറ്റത്ത് അടിച്ച് കീറിയ ഇലയുണ്ട്, അപ്പൊ ഞാനത് കീറിക്കൊണ്ട് വന്നു. അപ്പൊ ചിലക്ക് ഇച്ചിരി വലിപ്പമൊക്കെ കുറഞ്ഞു, എന്റെ കുറ്റമൊന്നും അല്ല. അത് ഇടയ്ക്ക് ഇത് ഇങ്ങനെ കീറിയുണ്ട്. എന്തായാലും വാഴയില വാടും ഇതിനകത്തിരുന്നു. അപ്പൊ സുഖം സുന്ദരമായിട്ട് ഇപ്പൊ എളുപ്പത്തിൽ പറിച്ചൊക്കെ എടുക്കാം. അപ്പൊ ഞാൻ അത്ര ഓർത്തുള്ളൂ, ഈ വെറുതെ നമ്മള് കീറുണ്ടല്ലോ വാഴയില എന്നോർത്താണ് ഞാൻ ഇരുന്നത്. അതിനും കുറ്റം. ഇങ്ങനെ വെച്ചു കൊടുക്കുക. എല്ലാം വച്ച് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി അടച്ച് പൂത്തി വെച്ച് ആവിയിൽ വെച്ച് വേവിക്കാം അല്ലേ? അട റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എടുക്കാം. എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മണമൊക്കെ വരുന്നുണ്ട്, നല്ല മണമൊക്കെ വരണ്ടി. ചൂടാണ്, നല്ല ചൂട് ചൂട്. സൂപ്പറടാ. സൂപ്പറിന്റെ അടയാ? സൂപ്പറടാ, സൂപ്പർ. സൂപ്പറിന്റെ അടയല്ല. ചായയും കുടിച്ച്. ചായയൊക്കെ ഞാൻ കുടിച്ചു പോയി, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ പറയണതിന് മുമ്പ് എടുക്കലും കഴിഞ്ഞ് തിന്നേം കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറെ നാളായി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, കുറെ നാളായി ഇങ്ങനത്തെ അടയൊക്കെ ഉണ്ടാക്കിയിട്ട്. നല്ല ടേസ്റ്റില്ല. അപ്പൊ എനിക്കിത് കണ്ടിട്ട് നിക്കാൻ പറ്റുള്ള. അപ്പൊ ഞങ്ങള് തിന്ന് തീർക്കട്ടെ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ, ബൈ ബൈ. ചൂട് ചൂട്.